പാലക്കാട് എലപ്പുള്ളി ബ്രൂവറിയിൽ കടുത്ത അതൃപ്തിയുണ്ട് CPIക്ക്. ഉപാധികളോടുകൂടി മാത്രമേ പദ്ധതി അനുവദിക്കൂ എന്ന നിലപാടിലാണ് CPI. പദ്ധതി വേണ്ടെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനമെടുത്തു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതുവരെ. കുടിവെള്ള പ്രശ്നമുണ്ടെന്ന പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ഗൗരവമായി എടുക്കാനാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ LDF യോഗത്തിൽ ഉന്നയിക്കാനാണ് CPIയുടെ തീരുമാനം. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ് റഹീസ്. ഇപ്പോൾ CPIയുടെ അന്തിമ തീരുമാനം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചാൽ മാത്രം ബ്രൂവറിക്ക് അനുമതി എന്ന നിലപാടാണോ CPI കൈക്കൊണ്ടിരിക്കുന്നത്? റഹീസ്, നിലവിലെ അവസ്ഥയിൽ അങ്ങനെ ഒരു തീരുമാനമാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പാലക്കാട് ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനത്തിന് ഒപ്പം സംസ്ഥാന നേതൃത്വം എത്തുന്നുവെന്നാണ്. കാരണം പാലക്കാട് ജില്ലാ കമ്മിറ്റി 25-ാം തീയതി യോഗം ചേർന്ന് ഇതിന് അനുമതി നൽകരുത്, കുടിവെള്ള പ്രശ്നമുണ്ട്, ഒപ്പം കർഷകരെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന നിലപാടെടുത്തിരുന്നു. അതുവരെ CPIയുടെ സംസ്ഥാന നേതൃത്വം ഈ ബ്രൂവറി വിഷയത്തിൽ CPMനൊപ്പമായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ അടക്കം CPM എടുത്ത തീരുമാനത്തിനൊപ്പം നിൽക്കുകയായിരുന്നു അവർ. പക്ഷേ പ്രാദേശിക കമ്മിറ്റി, അതായത് അവിടുത്തെ എലപ്പുള്ളിയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റിപ്പോർട്ടറിലൂടെയാണ് അവരുടെ എതിർപ്പ് ആദ്യം പറയുന്നത്. അതിനുശേഷം 25-ാം തീയതി ജില്ലാ എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തപ്പോഴും ആ വികാരത്തിനൊപ്പം നിന്നു. അതിനൊപ്പം സംസ്ഥാന നേതൃത്വം മാറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ഇന്ന് യോഗം ചേർന്ന സമയത്ത് തന്നെ ഈ വിഷയത്തിൽ CPI സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് ശരിയല്ല, പാലക്കാട് ജില്ലാ കമ്മിറ്റിയോട് പോലും അഭിപ്രായം ചോദിക്കാതെയാണ് ഇതിനനുകൂലമായ ഒരു നിലപാട് സംസ്ഥാന നേതൃത്വം എടുത്തത് എന്ന് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വിമർശനം ഉന്നയിച്ചു. ഈ സമയത്ത് ബിനോയ് വിശ്വം, MB രാജേഷ് കണ്ട കാര്യം പറഞ്ഞു. ഇതിൽ മഴവെള്ള സംഭരണിയിലെ വെള്ളം ഉപയോഗിച്ചാണ് അവിടെ ഒയാസിസ് കമ്പനിയുടെ ബ്രൂവറി വരുന്നത്, അത് അവിടെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകില്ല എന്നാണ് എക്സൈസ് മന്ത്രി എന്നോട് പറഞ്ഞതെന്ന് ബിനോയ് വിശ്വം യോഗത്തിൽ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഇത്ര ലിറ്റർ വെള്ളം മഴവെള്ള സംഭരണിയിൽ അവിടെ ശേഖരിച്ചു വെച്ച് അവിടുന്ന് മദ്യോൽപാദനം നടത്തുക എന്നത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി എടുത്തത്. ഈ സമയത്ത് മന്ത്രിമാർക്കെതിരെയും വിമർശനമുണ്ടായി. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് പാർട്ടിയിൽ ആലോചിച്ച് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം പറയേണ്ടിയിരുന്നു 4 മന്ത്രിമാരും എന്ന വിമർശനവും ഉണ്ടായി. ഈ സമയത്ത് അതിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമുണ്ടായി. അവർ പറഞ്ഞു, മന്ത്രിസഭാ അജണ്ട വന്ന ദിവസം തന്നെ ബിനോയ് വിശ്വത്തെ, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ, ഇങ്ങനെ ഒരു വിഷയം അടുത്ത ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ വരുന്നുണ്ട്, എന്ത് നിലപാട് ഞങ്ങൾ സ്വീകരിക്കണമെന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് 4 മന്ത്രിമാരും സംസ്ഥാന നേതൃത്വത്തോട് ചോദിച്ചതാണ്. അതിനനുകൂലമായ നിലപാടെടുക്കാനുള്ള മറുപടിയാണ് ലഭിച്ചത്. അതിനനുസരിച്ചാണ് മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പുയർത്താതിരുന്നത് എന്ന് 4 മന്ത്രിമാരും പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇതിൽ ആശങ്ക മാറ്റാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട എന്ന കാര്യം LDFനെ കൂടി അറിയിക്കാൻ തീരുമാനമെടുത്ത് യോഗം പിരിഞ്ഞത്. ഓക്കെ, റഹീസ് റഷീദാണ് നമുക്കൊപ്പം ചേർന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചാൽ മാത്രം അനുമതി എന്ന നിലയിലേക്ക് CPI ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആദ്യം സംസ്ഥാന നേതൃത്വത്തിന് ഈ വിഷയത്തിൽ മന്ത്രിസഭയെടുത്ത തീരുമാനത്തിനോടൊപ്പമായിരുന്നു എന്നൊരു വിമർശനം ജില്ലാ കമ്മിറ്റി ഉയർത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും ശക്തമായി വിയോജിപ്പ് അറിയിച്ച സാഹചര്യത്തിലാണ് ബ്രൂവറിക്ക് നിരുപാധികമായ പിന്തുണ നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ അതേസമയം കുടിവെള്ള പ്രശ്നമടക്കം പരിഹരിച്ചാൽ ബ്രൂവറിക്ക് അനുമതി നൽകാം എന്ന നിലപാടിലാണ് ഇപ്പോൾ CPI എന്നറിയുന്നു. ഈ വിഷയം ഇതേപടി LDFനെ അറിയിക്കാനാണ് CPIയുടെ തീരുമാനം.